അപ്പോൾ ഇവിടെ വന്ന് ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം നല്ലൊരു വൈഡായിട്ടുള്ളൊരു വ്യൂ കാണാം. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള നമ്മുടെ കുരിശുമല, കാടിൻ്റെ നടുക്ക് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. രാത്രി വന്ന് ഇതുവഴിയൊക്കെ റോപ്പ് പിടിച്ച് കയറാൻ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാളിമല, വെള്ളറട അമ്പൂരിക്ക് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. കാളിമല, ദ്രവ്യപ്പാറ, അതുപോലെ തന്നെ പ്ലാങ്കുടിക്കാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് പോകാൻ പോകുന്നത്. ഇതൊക്കെ എപ്പിസോഡുകളിലായിരിക്കും വരുന്നത്. ഫസ്റ്റ് പോകാൻ പോകുന്നത് കാളിമലയാണ്. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് കാളിമലയിലേക്ക് പോകാൻ വേണ്ടി. നമ്മൾ കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ ഇപ്പോൾ കുരിശുമല തീർത്ഥാടനം നടക്കുന്ന സമയം അത് തീർന്നു. 17-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പോകുന്നത് കാളിമലയിലേക്ക്. ഏകദേശം അതുവഴി പോവാം. പിന്നെ വേറൊരു സൈഡിൽ കൂടെ, തമിഴ്നാട് സൈഡിൽ കൂടെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് ഏത് വഴിയാണ് നല്ലത് നോക്കിയിട്ട് അതുവഴി മുകളിലേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പൂരിയിലെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ 2-3 സ്ഥലങ്ങൾ ചേർത്ത് ഉള്ള ഒരു യാത്രയാണെന്ന് പോകാൻ പോകുന്നത്. ഇപ്പോൾ കാളിമലയിലേക്ക് ഏകദേശം 30 കിലോമീറ്ററാണ് ഉള്ളത്. ഞാനും പപ്പയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ബൈക്കിൽ യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ചാനൽ ആദ്യം വരെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും അറിയാലോ, പറയണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. കാളിമല എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് പോവാം. കാളിമല സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടിയിലധികം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഇത്രയും ഉയരത്തിൽ പൊങ്കാല അർപ്പിക്കുവാൻ സ്ത്രീകളെത്തുന്ന ഏക ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ചേട്ടാ 10 കാണി. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിൽ വരമ്പതി മലനിരകളിലാണ് ഈ കാളിമല സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, സഹ്യപർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ദക്ഷിണ ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. പരാശക്തിയുടെ മാതൃരൂപമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. അതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രവുമുണ്ട്. ശിവനും ഗണപതിയും ഉപദേവതകൾ ആയി ഇവിടെ കാണാം. വിശേഷ ദിവസങ്ങളിൽ ശബരിമലയിൽ എന്ന വിധം ഭക്തർ വ്രതം അനുഷ്ഠിച്ച് മാലയിട്ട് ഇരുമുടിക്കെട്ടും കെട്ടിയാണ് കാളിമല ചവിട്ടുന്നത്. എന്നാൽ വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി നാളിൽ നടക്കുന്ന പൊങ്കാലയാണ് പ്രശസ്തമായത്. ചേട്ടാ കാളിമല പോയത് വഴിയാ വലത്തോട്ടാ. ആയിരക്കണക്കിന് ആളുകൾ ചിത്ര പൗർണമി പൊങ്കാല ദിവസം ഇവിടെ എത്താറുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ, നവരാത്രി, വിജയദശമി ദിവസങ്ങളിൽ രാവിലെ പൂജ ഉണ്ടായിരിക്കും. വനത്തിൻ്റെയും മലയിടുക്കുകളുടെയും ശാന്തതയിൽ പ്രാചീന ദ്രാവിഡ രീതിയിലുള്ള ഒരു ശക്തി സങ്കല്പം, അതാണ് കാളിമല. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രത്തിൻ്റെ പഴക്കം ആർക്കും തന്നെ നിശ്ചയമില്ല. പ്രാചീന ചരിത്രാതീത കാലത്തെ ഗുഹാനിവാസികളുടെ കാലത്തോളം പഴക്കം വരും ഈ വിശ്വാസ സങ്കല്പത്തിന്. കാളിമല പോകുന്ന വഴി കാളിമലയ്ക്ക് പറയാനുണ്ട് ചില ഐതിഹ്യങ്ങൾ. വരമ്പതി മലയിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന അഗസ്ത്യമുനിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ശ്രീ ധർമ്മശാസ്താവ് അഗസ്ത്യമുനിക്ക് നേരിട്ട് ദർശനമേകിയെന്നും മുനിയുടെ തപശക്തിയിൽ മലമുകളിൽ രൂപം കൊണ്ട ഉറവയിൽ നിന്ന് ഔഷധ ഗുണമുള്ള ജലം പ്രവഹിച്ചു തുടങ്ങിയെന്നും കൊടും വേനലിൽ വറ്റാത്ത ഉറവയായി ശക്തി തീർത്ഥം അഥവാ ദേവീ തീർത്ഥം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ദുരിതശാന്തിക്കായി ഗംഗാതീർത്ഥം പോലെ കാളിതീർത്ഥവും വീടുകളിൽ കൊണ്ടുപോയി പവിത്രമായി ഭക്തർ സൂക്ഷിക്കുന്നു. ചിത്ര പൗർണമി നാളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് ഈ ശക്തി തീർത്ഥത്തിലെ ജലം കൊണ്ടാണ്. അഗസ്ത്യമുനി തപസ്സനുഷ്ഠിച്ച സ്ഥലത്ത് ഒരു സർപ്പം കല്ലായി കിടക്കുന്നുണ്ട് എന്ന വിശ്വാസവും നിലവിലുണ്ട്. എന്നാൽ 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന് കുനിച്ചിമലയിലെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വനവാസി ബാലന്റെ രൂപത്തിലെത്തിയ ധർമ്മശാസ്താവ് രക്ഷപ്പെടുത്തിയെന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്രത്തിന്റെ പേരിൽ 600 ഏക്കർ ഭൂമി കരം ഒഴിവാക്കി പട്ടയം നൽകി എന്നും മറ്റൊരു ഐതിഹ്യം കൂടെയുണ്ട്.
വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ പൂജ അർപ്പിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. കാളിമലയിൽ അന്നൂരി നെല്ല് എന്ന ഒരു അത്ഭുത നെല്ലുണ്ടായിരുന്നുവെന്നും രാവിലെ കതിരാവുകയും ഉച്ചയോടുകൂടി നെല്ലായി അസ്തമയത്തിനു മുമ്പായി പഴുത്തു പൊഴിയുകയും ചെയ്യുന്ന ദൈവിക ശക്തിയുള്ള നെല്ലാണ് അന്നൂരി നെല്ല് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നെല്ല് ഉതിർത്ത് ഭക്തർ കൊണ്ടുവരുന്ന അരിയുടെ കൂടെ ചേർത്ത് പൊങ്കാല അർപ്പിക്കുമായിരുന്നു. പുണ്യമായ അന്നൂരി നെല്ല് പൊങ്കാല കലത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഒറ്റ വറ്റുപോലും അവശേഷിക്കാതെ പൊങ്കാല മുഴുവൻ തിളച്ച് പുറത്തേക്ക് പോകുമെന്നും പറയപ്പെടുന്നുണ്ട്. കാളിമലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, പച്ച പുതച്ച താഴ്വാരത്തിൻ്റെ ഇടയിലൂടെ ജലസമൃദ്ധമായി കിടക്കുന്ന ഡാമുകൾ, അഗസ്ത്യാർകൂടത്തിൻ്റെയും നിബിഡ വനങ്ങളുടെയും കാഴ്ച കാളിമലയുടെ മാത്രം സവിശേഷതയാണ്. അതിശക്തമായ തെക്കൻ കാറ്റിനെ തഴുകി നിൽക്കുന്ന കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ അവിടത്തേക്കുള്ള യാത്ര വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു. അടിപൊളി പാർക്കിംഗ് ഏരിയ. അപ്പോൾ നമ്മൾ അമ്പൂരി എത്തിയിട്ടാണ്, അമ്പൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അമ്പൂരി കൂട്ടപ്പ് 2 വഴി എത്താമെന്ന് പറഞ്ഞു. ഒന്ന് കുരിശുമല കയറുന്ന വഴിയും പിന്നെ ഇത് തമിഴ്നാട് സൈഡിൽ നിന്ന് കയറുന്ന വഴിയാണ്. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഇതുവഴി വന്നു, അമ്പൂരി വന്ന് കൂട്ടപ്പു 10 കാണി. അതിനുശേഷം നമ്മൾ കുറച്ചകത്തേക്ക് റോഡ് എല്ലാം നമ്മൾ വിഷ്വൽ എടുത്തിട്ടുണ്ട്. അതുവഴി ഇങ്ങോട്ട് വന്നു. നമുക്കിവിടെ വരുമ്പോൾ ചെറിയൊരു ജംഗ്ഷൻ, നമുക്കിവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറകിലായിട്ട് മാപ്പിൽ കാണിക്കുന്ന കൂനിച്ചിമല എന്നാണ്, പിന്നെ പ്ലാങ്കുടിക്കാവും അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. കാളിമല ശ്രീ ധർമ്മ ശാസ്ത ദുർഗാ ദേവി ക്ഷേത്രം, അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് കാളിമല തീർത്ഥാടകർക്ക് സ്വാഗതം, മലയാളത്തിലും തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് റോഡ്, ബാക്കിൽ വലിയൊരു മലയുണ്ട്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ വച്ചിട്ടുണ്ട്. കല്ല് ഭാഗ്യ വഴിയാണ്. അപ്പോൾ ഞാനും പപ്പയുണ്ട്. പപ്പ മുന്നോട്ട് നടന്നു പോവുകയാണ്. അപ്പം നമുക്ക് ഇനി വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. എന്തൊക്കെ ഉണ്ടോ അപ്പോൾ ഇത്? ജാതി, ഗ്രാമ്പു, കുരുമുളക്, വിറവും വലിയ പാറയും. വിറവാണ് ഇഷ്ടപ്പെട്ടല്ലേ? റോഡ് തോടക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണ്ട, തിന്ന് കാണാലോ. റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നിട്ടുണ്ട്. അത് മുഴുവൻ കരിങ്കല്ലിട്ട വഴിയാണ്. മിക്കവാറും ജീപ്പ് കയറി പോകുന്ന വഴി തന്നെയാണ്. വണ്ടികൾ ഇതുവഴി പോയ പാടുകളൊക്കെ ഉണ്ട്. ടയർ പിടിച്ച പാടൊക്കെ രണ്ട് ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ ഇത് തന്നെയാണ്. നടന്നു കയറാൻ വലിയ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ കുഴപ്പമില്ല. കുരിശുമല കയറുന്ന ആ ഒരു കടുപ്പൊന്നുമില്ല. അത് കുത്തനെയുള്ള കയറ്റമാണ്. ഇത് നോർമലായിട്ട് നമുക്ക് എന്നാലും ഞാൻ കിതയ്ക്കുന്നുണ്ട്. നടന്നു പോകാനുള്ള വഴി തന്നെയാണ്. ഒരുവിധം വീതിയുണ്ട്.
പോകുമ്പോൾ ആ സൈഡിലൊക്കെ ഒരുപാട് ചീവീടുകളൊക്കെ വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ ഒരു സൈഡിൽ ചിറ്റാർ ഡാമിൻ്റെ റിസർവയറോ അങ്ങനെ എന്തോ ആണ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ട്. കൂനിച്ചി മലയോ എന്തോ ആണ് ഒരു സൈഡ്. കുറച്ച് ബൈക്കുകളൊക്കെ താഴെ വച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കയറിയതിന് ശേഷം ആരെയും കണ്ടില്ല. മുകളിൽ ആൾ കാണുമായിരിക്കും. എന്തിനാണ് അതും ഇതാണ് കിണർ. അതാണ് അവിടെ കിണർ കണ്ട. ഒരു ഞായറാഴ്ച 2 ഞായറാഴ്ച എന്നുള്ള കാര്യം. ഇത്രയും വേനലിൽ ഇവിടെ വെള്ളം കിട്ടണത് അല്ലേ? മഴ കൂട്ടി അവൻ പാറയിലുണ്ട് ഇത്രയും. ഇവിടെ ജസ്റ്റ് തണുപ്പുണ്ട് കേട്ടോ. ഓ അടിപൊളി. ഓക്കെ, നമ്മളിവിടെ വരുമ്പോൾ ഒരു സൈഡിലൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം നല്ലൊരു വൈഡായിട്ടുള്ളൊരു വ്യൂ കാണാം. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതുണ്ട്. ഇവിടെ നേരെ ഇതിൽ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. പന്നിമല CSA കാണാൻ പറ്റും. പിന്നെ കുരിശുമല കയറുമ്പോൾ ഉള്ള സംഗമവേദി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് അടുത്ത് തന്നെ പണി നടക്കുന്ന പള്ളിയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇങ്ങനെ കയറി കുരിശുമലയിലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു വൈറ്റ്, എനിക്ക് തോന്നുന്നു അത് കയറുന്ന സ്ഥലത്തുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഈ സൈഡ് ഇങ്ങോട്ടായിരിക്കും കുരിശുമല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ പുറകിലോട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തമില്ല. നല്ല വലിയൊരു വ്യൂ ഉണ്ട് എന്തായാലും. ഇതിപ്പോൾ നമ്മൾ കാളിമലയിലോട്ട് കയറുമ്പോൾ ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റുകളുള്ളൊരു സ്ഥലം തിരിയുന്നുണ്ട്. അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണിത്. ഇനി നമ്മൾ വന്ന വഴി തന്നെ നേരെ മുകളിലോട്ട് പോവാം. ഇതുവരെ നമുക്ക് വീതിയുള്ള വഴി തന്നെയായിരുന്നു. ഇനി അങ്ങോട്ടും വീതിയുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു ഇതിട്ടിട്ടുണ്ട്. വണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം ഇട്ടിട്ടുണ്ട്. നടന്നു പോവാം. ചില സമയത്ത് ചിലപ്പോൾ ഓപ്പൺ ആവുമായിരിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ വലിയ പിടിത്തമില്ല. അപ്പോൾ ഇതുവരെ ഓക്കെ. നമുക്ക് ജീപ്പൊക്കെ കയറി വരുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം കാളിമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വൃത്തിയാക്കൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തോന്നുന്നു കുരിശുമല ഇവിടെ ചോദിച്ചപ്പോൾ ഏപ്രിലാണ് ഇവിടുത്തെ പൊങ്കാല എന്ന് പറയുന്ന കേട്ടു. കുരിശുമലയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ തീർത്ഥാടനം ആരംഭിക്കുന്നു തോന്നുന്നു. അവിടെയാണോ ഇപ്പോൾ കുരിശുമല? അവിടെയാണ് കുരിശുമല. ഇതുകൊണ്ട് അവിടെ എന്താ ഞാൻ പറഞ്ഞിട്ടില്ല. പുറകെ ഇത് തന്നെയാണ്. ഇതെന്തോന്നു ഇവിടെ? വെള്ളം ഉണ്ടായിരുന്നാണ്.
അപ്പോൾ നമ്മൾ കാളിമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഇവിടെ പുറകിലൊരു ക്ഷേത്രം, അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. പിന്നെ പുറകിലായി ഈ കാണുന്ന പോലെ ഒരു വലിയൊരു വൈഡായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ തെക്കൻ കുരിശുമല തീർത്ഥാടനം നടക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും വഴിയുണ്ട്. ആ ഭാഗത്താണ് നടക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു 2-3 മലകളുണ്ട്. നേരത്തെ കണ്ട പോലെ സംഗമവേദി അവിടെ ഉണ്ട്, ചർച്ച്, പിന്നെ ഒരു ഡാമിൻ്റെ ചിറ്റാ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ക്ഷേത്ര പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇനി അടുത്ത് ഇവിടെ ഏപ്രിൽ മാസം എന്തോ ഇവിടെ പൊങ്കാല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഇതുപോലെ നല്ല ഇറക്കം, നല്ല കുത്തനുള്ള താഴ്ചയുള്ള കല്ലിൻ്റെ കെട്ടുകളാണ് ഇവിടെ, പാറക്കെട്ടുകളാണ്. നല്ല കുത്തനുള്ള താഴ്ച ആണ് ഇവിടെ. വേറെ സുരക്ഷാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഭക്തജനങ്ങൾ വരുന്നതാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഭക്തജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. ഇനി അങ്ങോട്ട് കുറച്ചപ്പുറത്തും കൂടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് പോയി നോക്കാം. ആ ക്ഷേത്രത്തിന് തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇങ്ങോട്ട് കാണുന്നത്. പണ്ടത്തെ ഹാണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഏപ്രിൽ 21-നാണ് ഇവിടെ മെയിൻ പൂജയല്ല, പൊങ്കാല. അപ്പോൾ ആ സമയത്ത് ഉത്സവ സമയം, ഒരാഴ്ച എന്തോ നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ തീർത്ഥാടകർ വരും. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ കുരിശുമല പോകാൻ വേണ്ടി, കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ നടന്നു വന്ന ആ ദൂരങ്ങളിൽ ഇവിടുത്തെ പരിപാടി, ഇവിടുത്തെ ഉത്സവ സമയത്ത് ജീപ്പ് മുകളിൽ ഇങ്ങറ്റം വരെ കൊണ്ടാക്കുന്ന ജീപ്പുകളുണ്ടെന്ന്. നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങ് മുകളിലേറ്റം വരെ വരാൻ പറ്റും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ 1-2 പേരെ ചേട്ടന്മാരെ കണ്ടുകൊണ്ട് ചോദിച്ചറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് കുരിശുമല ഒരുപാട് ദൂരമുണ്ടോ? ഏതാ കേട്ടില്ല. ഓപ്പോസിറ്റ് നടന്നുള്ള വഴിയുണ്ടല്ലോ അല്ലേ? ഓ, നമ്മൾ അതുവഴി കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എവിടെയാണ് പോയി ഇറങ്ങാൻ കാണാൻ വേണ്ടി. കാളിമലയുടെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ ഇതുവഴി അപ്പുറത്താണ് കുരിശുമല എത്തുന്നത്. നമ്മൾ കുരിശുമല താഴെ സംഗമവേദിയിൽ നിന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണ്. ഇവിടെയൊക്കെ നല്ല ആഴമാണ്. ഒരു സൈഡിലൂടെ നല്ല കുത്തനുള്ള ആഴത്തിലോട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണെങ്കിലും ഏത് വഴിയാണ് പോയി കണക്ട് ചെയ്യണമെന്നൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അടിപൊളി ഒരു കാടിൻ്റെ നടുക്ക് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട്. രസം വേറൊന്നുമല്ല, വേറെ ഏതോ ഒരു സമയത്ത് നമ്മൾ എത്തിയതുപോലെ ഉണ്ട്. പണ്ടത്തെ കാലത്തോ അങ്ങനെയൊക്കെ എത്തിയതുപോലെ ഉണ്ട്. കാര്യം ഈ കല്ല് കെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ന്യൂജൻ ആരാധനാലയങ്ങൾ കണ്ടിട്ടേ അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിക്കാണ് ഞാൻ പറഞ്ഞത്. അതെ, എവിടെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് കണ്ടിട്ട് പോകാമേ. അതുകൊണ്ട് ഇതാണ് സംഭവം. ഇത്ര ദൂരമേ ഉള്ളൂ, ഈ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇത് കുരിശുമലയുടെ തീർത്ഥാടന സമയത്തുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് മീൻസ് ഡേറ്റ് മറന്നുപോയി. അതുകൊണ്ടാ
ഇന്ന് 20. 10 to 17 ഉള്ളൂ ഇവിടെ കുരിശുമലയുടെ തീർത്ഥാടനം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഇനി ദുഃഖവെള്ളി ആ സമയത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും ചെയ്ത് വച്ചേക്കുന്നത്. അതെ, മനസ്സിലായി. ഇത് റോപ്പ് തുടങ്ങുന്ന ഭാഗം. അതെ, ഇതാണ് സംഭവം. നമ്മളപ്പോൾ ഇപ്രാവശ്യം വന്ന് രാത്രി വന്ന് ഇതുവഴിയൊക്കെ റോപ്പ് പിടിച്ച് കയറാൻ നമ്മളെ ചാനലിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. രാത്രി ഇതുവഴി കയറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. ഇതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ മുകളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതുവഴി വഴിയുള്ളത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് മെയിനായിട്ട് ഇത് ഏത് വഴിയാണ് കയറി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുരിശുമല തീർത്ഥാടന മുകളിൽ വരുന്നത് ഇവിടെയാണ്. കൂനിച്ച് കൊണ്ടകെട്ടി അങ്ങനെയുള്ള മലകളാണ് അങ്ങോട്ടുള്ളത്. എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. അപ്പുറത്താണ് നമ്മുടെ കാളിമല ഉള്ളത്. ഈ ഇങ്ങനെ കറങ്ങി അതാ സംഗമവേദി. അപ്പോൾ നമ്മൾ കുരിശുമല തീർത്ഥാടനത്തിന് വരുന്നത് വഴി അതാണ്. അപ്പുറത്ത് കൂടെ കാളിമല വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അടിപൊളി. 2 സ്ഥലത്തെയും കാണാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്നൊരു ചായ എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒരു കടയുണ്ട്, ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഉണ്ട്, മുകളിലോട്ടും കടകളുണ്ട്. നോക്കട്ടെ. ഈ സമയമാകുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ കട, അല്ലേ? ആ, തണുത്ത ഫ്രൂട്ടി ഉണ്ടോ? തണുത്തല്ല, ഇത് മതി. അത് മതി. നെടുമങ്ങാട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എന്താ പരിപാടി? എനിക്ക് മതി. ഇത് കഴിഞ്ഞിട്ട് വീട്ടിലവിടെ കൃഷിയുണ്ട് മോനെ. ഇത് വെള്ളിയാഴ്ച കൂടെ കാണുള്ളൂ. ഈ ഷെഡൊക്കെ പോവല്ലേ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക്? ഇല്ല, ഇതൊക്കെ നമ്മൾ പൊളിച്ചൊക്കെ മാറ്റും. പകുതി ചെതലെടുക്കും, പകുതി കിട്ടും. ഇവിടെ വയ്ക്കണേന് വല്ല ക്യാഷ് കൊടുക്കണോ അവർക്ക്? ഈ കണ്ടക്കാരന് കൊടുക്കണം. ഇത് ആളിന്റെ തന്നെയല്ലേ? പണ്ടുള്ള കാലത്തെ ഇവിടെ വീടൊക്കെ ഇരുന്നതാണ്. പ്ലാങ്കുടിക്കാവ് അറിയോ? അറിയില്ല. അത് ഇതിന്റെ അങ്ങ് അടിവശത്ത് എവിടെയാണ്? ഇവിടെയോ ആണ്. ഈ എഴുത്തുകുത്ത് പേര് മൊത്തവും പണ്ടേ ഉള്ള പേര് ഇത്. ഇത് കൊണ്ടായിട്ടി, കുരിശിരിക്കുന്നത് കൊണ്ടായിട്ടിയാണ്. കൊണ്ടായിട്ടി മലയാണ്. ഇത് വരമ്പതി കാളിമല. കൂനിച്ചി ഇതിന്റെ അപ്പുറത്ത് മല, ഇതിന്റെ അപ്പുറത്ത് മല. അത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് ദിവസം നമ്മൾ ഇവിടെ കയറി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും അവിടെ നിന്ന് എടുത്തു ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ശരി, ആ പോകാം. നൈസായിട്ട് കൃഷി വരെ കയറിയില്ല ഇല്ലേ? അപ്പോൾ കാളിമലയിലെ ഏകദേശം കാഴ്ചകൾ നമ്മൾ കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അപ്പോൾ നമ്മൾ കാളിമല വന്നു. അതുപോലെ തന്നെ അടുത്ത തെക്കൻ കുരിശുമലയും കയറുന്ന വഴി പോയി. ഇപ്പോൾ തിരിച്ച് ഇനി ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്ത് അമ്പൂരി വെള്ളറട ഈ പ്രദേശത്തുള്ള അടുത്തൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അടുത്ത വീഡിയോയിൽ ആ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ചാനലിലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എപ്പോഴും പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ബൈ. പപ്പ നിങ്ങളെന്തെങ്കിലും പറയണോ? ഓക്കെ, ഒരു ചേട്ടെങ്കിലും കാണിക്കും. ഹായ്. അപ്പോൾ ഓക്കെ, ബൈ.